ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റാമ്പുകളിലൊക്കെ മിന്നും താരമായ കുട്ടി മോഡലാണ് ശശാങ്ക് നബി. ഹായ് ശശാങ്ക്, അടിപൊളിയല്ലേ? ഇതാരാ നമ്മുടെ കൂടെ ഉള്ളത്? റാമ്പിലെ മിന്നും താരം. എങ്ങനെയുണ്ട് ഇങ്ങനെ റാമ്പിലൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ കസത്തുമ്പോ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പിന്നെ ശേഷാന് ഇത് എവിടുന്നാ പഠിക്കുന്നത്? അതുൽസ് അക്കാഡമിയിലെ സാറാണ് പഠിപ്പിച്ചിരുന്നേ. പിന്നെ ഈ ഡ്രസ്സൊക്കെ ആരാണ് സെലക്ട് ചെയ്യണത്? ഇത്താത്ത. എത്രയല്ല മോൻ പഠിക്കണേ? LKG. മോന് റാമ്പിലൊക്കെ പോകുമ്പോ ഈ കാണുന്ന ആളെ അല്ലല്ലോ അല്ലെ, ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ശശാൻ ആകെ ആളങ്ങോട്ടും മാറും. ജയ്ഷാനൊക്കെ മാറും അല്ലെ, സ്പെക്സ് ഒക്കെ വെച്ചിട്ട്. പിന്നെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാ? മോൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാ? ഫുട്ബോളിന്റെ. കളിക്കലുണ്ടോ? ഫുട്ബോൾ കളിക്കലുണ്ടോ? ഗോൾ അടിക്കലുണ്ടോ? മോനാണോ ഒത്താത്താണോ ഗോൾ അടിക്കല് കൂടുതൽ? ഒറ്റക്ക്. സൂപ്പർ. പിന്നെ അതുൽ സാർ എന്തൊക്കെ പഠിപ്പിച്ചെടുത്ത്? കൊറേ കുട്ടികളുണ്ടോ അവിടെ? അവിടുത്തെ ഏറ്റവും സൂപ്പർ കുട്ടി ആരാ? ജയ്ജാൻ തന്നെ അല്ലേ? പിന്നെ മോന്റെ ഈ ഹെയർ ഒക്കെ ഇങ്ങനെ അടിപൊളിയാക്കല് ആരാ? മുടി മമ്മാണ് ഇങ്ങനെ സുന്ദരനാക്കുന്നത്. പിന്നെ റാമ്പിലേക്ക് പോകുന്നതിന് മുമ്പൊക്കെ മമ്മ എന്താ പറഞ്ഞായിരുന്നു? അടിപൊളിയായി ചെയ്യാണ്. ഈ ആറ്റിറ്റ്യൂഡ് എങ്ങനെ പെട്ടെന്ന് വരുന്നത്? ആ നോട്ടം, അടിപൊളി നോട്ടൊക്കെ. ആറ്റിറ്റ്യൂഡ് ഞാൻ ഫോട്ടോഷൂട്ടിനൊക്കെ ഫോണിൽ കണ്ടിട്ട് ചെയ്തു. കണ്ടു പഠിച്ചതാ, പഠിപ്പിച്ചെന്നല്ല. അതിനൊരു മുട്ടിക്കലും കൂടി. സൂപ്പർ. പിന്നെ ഇപ്പൊ ഒരു അടിപൊളി അവാർഡ് കിട്ടിയല്ലോ, ചാക്കോച്ചനൊക്കെ ഉള്ള അല്ലേ? IMF എന്നുണ്ടല്ല അല്ലേ? ഓക്കെ, അതെങ്ങനെ? ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ അവാർഡിന്. ടൈറ്റിൽ വിന്നർ ആണല്ലേ? പിന്നെ ഇപ്പൊ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പരസ്യങ്ങളിലൊക്കെ മോനുണ്ടല്ലോ അല്ലേ? ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഫുള്ള് യാത്ര എന്ന് പറഞ്ഞു. എവിടെയൊക്കെ പോയി? ഏതൊക്കെ ഫോട്ടോഷൂട്ട് എടുത്ത്? ഷൂവോ പാന്റോ എന്തൊക്കെ ചെയ്ത്? ഒക്കെ എടുത്ത്. എന്നിട്ട് അടിപൊളി ഷൂ ഒക്കെ തന്നോ? അപ്പം അടിപൊളിയാണല്ലേ? പിന്നെ ഓരോ ട്രിപ്പൊക്കെ പോക്കുണ്ടോ? ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പോകുമ്പോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുറെ സ്ഥലങ്ങളൊക്കെ കാണും. അടിപൊളി. പിന്നെ ഇപ്പൊ കുറെ സ്കൂളൊക്കെ ലീവായില്ലേ ഈ റാമ്പിലൊക്കെ പോകുമ്പോ? അപ്പൊ ടീച്ചർമാരൊക്കെ എന്താ പറയല്? കൂട്ടിയാണ്. അപ്പൊ പ്രശ്നമില്ല. പിന്നെ മോന്റെ റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ പോകുമ്പോ ഇപ്പൊ പഴയ ശേഷാനല്ലേ, ഇപ്പൊ എങ്ങനെയാണ്? മോഡലാണ്. അപ്പൊ എങ്ങനെയാണ് മോനോട് ആൾക്കാർ ചോദിക്കല്? ഓരോ സ്ഥലത്ത് പോകുമ്പോ മാളിലൊക്കെ പോകുമ്പോ അടുത്ത് വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കലുണ്ടോ? എല്ലാരും വരും. എങ്ങനെയാണ് ഓരോരുത്തർ വന്നിട്ട് എന്താ ചോദിക്കല് മോനോട്?
ആ പിന്നെ ഡ്രസ്സൊക്കെ ആരാ വാങ്ങി തരുത്ത്? താത്ത. ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് മോനെ ഈ ഒരു ലെവലിൽ എത്തുന്നുള്ളത്. അത് ഇപ്പം അവാർഡ് വാങ്ങിയത് IMFA. പപ്പ എന്തൊക്കെ ചെയ്തു തരുത്തുണ്ട് മോൾക്ക് മോഡലിങ്ങിന് പോകുമ്പോ? ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് സൈഷാന്റെ ഫാമിലി എന്ന് പറയുന്നത്. എങ്ങനെ അടിപൊളിയല്ലേ? ആള് വിന്നർ ആവണം എന്നുള്ള ഒരു ഇതിലാണ്. നമുക്ക് ഓരോ കാര്യത്തിനും മൂപ്പര് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഇതാണ്. എന്താ വെച്ചാൽ അത് ഓനിക്ക് എന്തെങ്കിലും ഒരു പ്രൈസായിട്ട് എന്തെങ്കിലും കിട്ടണം, അവരിത് ആദ്യം തന്നെ ഓൻ പറയും, എന്നിട്ടാണ് ഓൻ സ്റ്റേജിലേക്ക് കയറുക. അപ്പോൾ അത് ഓനിക്ക് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങി വെക്കും, അതിനനുസരിച്ച് ഓന് കൊണ്ടുവരും എന്നുള്ളൊരു ഇത്. പിന്നെ പറഞ്ഞാൽ ആൾ ഉഷാറാണ്. സ്റ്റേജിൽ കയറുമ്പോൾ നമ്മളെ കൂടെ ഈ കളിക്കുന്ന കളിയല്ല, അതിന് നല്ലതിലാണ്. ആളാകെ മാറും. മമ്മൂട്ടിനെ പറഞ്ഞതുപോലെ അല്ലേ, ആ വേഷം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സൈജാൻ പിന്നെ ആള് അതൊക്കെ തന്നെ വേണ്ടത്. അവനൊരു നല്ലതിലാവട്ടെ എന്നാണ്. പിന്നെ പപ്പാണോ കൊണ്ടവല്? പോയി റാമ്പ് ഒക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എന്താ പറയല് പപ്പ? അടിപൊളി ആയിക്കണമെന്നോ എങ്ങനെ പറയല്? അടിപൊളിയാണ് കേട്ടാ. എന്റെ മോൻ സൂപ്പർ ആണൊക്കെ പറയും. ആ ഓക്കെ. അപ്പൊ മോന് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, നല്ല സൂപ്പർ മോഡലൊക്കെ ആവും അല്ലേ? അതോടൊപ്പം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വലിയ ആളൊക്കെ വേണം. ഓക്കെ, ദാൻ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു നമ്മുടെ ചാനലിലേക്ക് വന്നതിനും നമ്മുടെ കൂടെ ഇരുന്ന് മോന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിനും. ഓക്കെ, ബൈ. ബൈ.